ഹായ് ഹലോ മേറ്റ്സ് എല്ലാവർക്കും ചൈതൂസ് ചാറ്റിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന വ്യക്തി ഫദ്വാസ് കിച്ചൺ എന്ന കുക്കിംഗ് ചാനൽ നടത്തിക്കൊണ്ടു പോകുന്ന സിബിനയാണ്. അപ്പോൾ സിബിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു വർഷമായതേ ഉള്ളൂ സിബിന ഇങ്ങനൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട്. ആ ഒരു കുറച്ച് സമയം കൊണ്ട് 285ഓളം വീഡിയോസ് ചെയ്തു, 3 ലക്ഷത്തിൽ പരം സബ്സ്ക്രൈബേഴ്സും നേടിയ ഒരു വലിയ ഫാമിലിയാണ് സിബിനയുടേത്. പിന്നെ സിബിനയുടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിബിന കുക്കിംഗ് വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ ശരിക്കും ഫേസ് കാണിക്കാറില്ല. ജസ്റ്റ് വെച്ചാൽ കുക്ക് ചെയ്യുന്നു, അതുപോലെ തന്നെ വോയിസ് മാത്രമാണ് ഓഡിയൻസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. എന്തിനാ ഞാനിത് എടുത്തു പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുന്നത്, നമുക്ക് ഒരുപാട് പേർക്ക് ഒരുപാട് കഴിവുകളും ഒരുപാട് കോണ്ടന്റും ഒക്കെ ഉണ്ട്. എന്നിട്ടും എങ്ങനെയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്, അങ്ങനെ ചെയ്യാൻ എൻ്റെ ഫേസ് കാണിക്കണ്ടേ എന്ന് മടി പിടിച്ചിരിക്കുന്ന അല്ലെങ്കിൽ വിഷമിക്കുന്ന ഒരുപാട് ആൾക്കാർക്ക് മാതൃകയാക്കാൻ പറ്റുന്ന ഒരാളാണ് സിബിന. ഇച്ചിരി കാര്യമായിട്ട് പറയുകയാണെങ്കിൽ കഴിവുണ്ടെങ്കിൽ ഏത് മേഖലയിലും ശോഭിക്കാം എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് സിബിന. അങ്ങനെയുള്ള ഈ സിബിനയുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് ചോദിച്ചറിയാം. എനിക്കറിയാൻ ആഗ്രഹമുള്ളതുപോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആഗ്രഹമുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് സിബിനയോട് കുറച്ചു നേരം സംസാരിക്കാം. സിബിന, സുഖാണോ? എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഹായ് ചെയ്തു, സുഖാണ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. വിശേഷം എന്താ? നല്ല വിശേഷം. യൂട്യൂബ് വീഡിയോസ് എടുക്കുന്നു, അപ്ലോഡിങ് കാര്യങ്ങൾ, അതൊക്കെ തന്നെയാണ് ഇപ്പോഴത്തെ വിശേഷം എന്ന് പറയുന്നത്. ചെയ്തും ഫാമിലിയൊക്കെ സുഖമായിട്ടിരിക്കുന്നോ? സുഖം സിബിന, ഇവിടെ എല്ലാവരും സുഖമായിരിക്കുന്നു. ഞാനും ഏട്ടനും മോനും ഒക്കെ സുഖമായിരിക്കുന്നു. ഞാനും കൊച്ചു കൊച്ചു രീതിയിൽ വീഡിയോ ഒക്കെ ചെയ്തുകൊണ്ട് പോകുന്നു. അപ്പോൾ സിബിന, നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. വളരെ കുറച്ച് സമയമേ സിബിനയ്ക്ക് ഉള്ളൂ എന്ന് എനിക്കറിയാമെന്ന് വെച്ചാൽ ഇത്രയും ബിസി ആയിട്ടുള്ള ലൈഫല്ലേ. അപ്പോൾ ഞാൻ എന്താ ആദ്യം ചോദിക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ സിബിനയുടെ കുക്കിംഗ് വീഡിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുവിധം എല്ലാവർക്കും അറിയാം. അപ്പോൾ പേഴ്സണലി സിബിനയുടെ നാട് എവിടെയാണ്, വീട് എവിടെയാണ്, ഫാമിലി, അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഒക്കെ ഒന്ന് പറയാമോ? നാട്ടില് ഞാൻ വയനാടാണ് സ്ഥലം. വയനാട് സുൽത്താൻ ബത്തേരി ചെതല എന്ന് പറയും എൻ്റെ വീട്. വയനാട് തന്നെ ബോർഡർ, തമിഴ്നാട് ബോർഡറായിട്ട് വരുന്ന പാട്ടവേലാണ് ഹസ്ബൻഡ് വീട്. മോൾ ഇവിടെ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. എൽ കെ ജി കഴിഞ്ഞു. അതുപോലെ തന്നെ ഹസ്ബൻഡ് ഇവിടെ കോർണിഷ് ഹോസ്പിറ്റലിൽ HM ക്ലർക്കായിട്ട് വർക്ക് ചെയ്യാണ്. അതൊക്കെയാണ് എന്നെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ സിബിന, ഇനി എനിക്കുള്ളതുപോലെ ഒരുപാട് പേർക്കുള്ള ഒരു ഡൗട്ടാണ്, സിബിന എന്നാണ് പേരെങ്കിലും എന്തുകൊണ്ടാണ് സിബിനയുടെ ചാനലിന് ഫദ്വാസ് കിച്ചൺ എന്ന ഒരു നെയിം കൊടുക്കാനുള്ള കാരണം? ശരിക്കും പറഞ്ഞാൽ ഭയങ്കര യുണീക്കായിട്ടിരിക്കും. ആ പേര് കേട്ട് കഴിഞ്ഞാല് നല്ല എടുപ്പുള്ളൊരു പേരൊക്കെയാണ്. പക്ഷെ എന്നാലും എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് ചൂസ് ചെയ്യാനുള്ള കാരണം? അതെ, ഫദ്വാസ് കിച്ചൺ എന്നാണ് ചാനലിന്റെ പേര്. എൻ്റെ പേര് സിബിന എന്നാണ്, സിബിന ഷമീർ. എൻ്റെ മോളെ പേരാണ് റുമേഹ ഫദ്വ. അപ്പോൾ ജസ്റ്റ് ചാനൽ തുടങ്ങിയ സമയത്ത് മോളെ നമ്മൾ ഫദ്വ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ആ ഒരു പേരിൽ തുടങ്ങിയെന്നേ ഉള്ളൂ. അതാണ് ഫദ്വാസ് എന്ന് പറയുന്നത്. പക്ഷെ കൂടുതൽ ആളുകളും എൻ്റെ പേര് സിബിന എന്നുള്ളത് അറിയില്ല, ഫദ്വാസ് എന്നുള്ള പേരിലാണ് എന്നെ കൂടുതലായിട്ട് അറിയുന്നത്. ഓക്കെ സിബിന, ഇപ്പം നമുക്ക് എല്ലാവർക്കും ഓരോ ഇഷ്ടങ്ങളുണ്ട്, എന്നുവെച്ചാൽ ഓരോ താല്പര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം എനിക്ക് സിബിനോട് ചോദിക്കാനുള്ളത്, കുക്കിംഗ് എന്ന് പറയുന്ന മേഖലയാണ് സിബിന ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കുക്കിംഗ് സിബിനയുടെ പാഷനാണോ, അതോ ഒരു ഇൻട്രസ്റ്റ് ആണോ, അതോ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള അർത്ഥത്തിൽ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് അല്ലെങ്കിൽ പഠിച്ചിട്ടാണോ വീഡിയോ ചെയ്യുന്നത്? എന്താണ് സിബിനയ്ക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്? പിന്നെ കുക്കിംഗ് ഇൻട്രസ്റ്റ് തന്നെയാണ്. അപ്പോൾ ജസ്റ്റ് ഒരു ടൈം പാസ് എന്നുള്ള രീതിയിലല്ല, നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു. അപ്പോൾ പഠിക്കുന്ന സമയത്തെ കുക്കിങ്ങിന് ഇൻട്രസ്റ്റ് ഉണ്ട്. പിന്നെ എൻ്റെ ഉപ്പച്ചിൻ്റെ അനിയൻ്റെ വൈഫ് മിസിരിയാമ്മ എന്ന് പറയും, ആൾ നല്ലൊരു കുക്കായിരുന്നു. പുതിയ രീതിയിലുള്ള ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി നന്നായി ട്രൈ ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പോൾ അമ്മാൻ്റെ അടുത്ത് ഇങ്ങനെ കണ്ടിട്ട് ആ ഒരു ഇൻട്രസ്റ്റ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പം ഞാൻ താമസിക്കുന്ന അബുദാബിയിലാണ് കേട്ടോ. അപ്പോൾ കല്യാണം കഴിഞ്ഞ് 6 വർഷമായിട്ട് ഇവിടെ തന്നെയാണ്, അബുദാബിയിലാണ്. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഹസ്ബൻഡും ഞാൻ ഒറ്റയ്ക്കാവുന്ന സമയത്തൊക്കെ ഇങ്ങനെ ഓരോന്ന് ട്രൈ ചെയ്ത് ആ ഒരു കുറച്ചുകൂടെയൊക്കെ, പണ്ടൊന്നും ചെയ്യുമ്പോൾ അത്രയ്ക്ക് സക്സസ് ആയിരുന്നില്ല, പക്ഷെ ഇപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ അങ്ങനെ വന്നു. അങ്ങനെയാണ് ഈ ഒരു കുക്കിങ്ങിലേക്ക് വരുന്നത്. ഇപ്പോൾ സിബിന പറഞ്ഞു സിബിനയ്ക്ക് കുക്കിംഗ് എന്ന് പറയുന്നത് ശരിക്കും ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യമായിരുന്നു എന്ന്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഒരുപാട് പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഒരുപാട് നമുക്ക് ഈ കുക്കിങ്ങിൽ എക്സ്പ്ലോർ ചെയ്യാൻ ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ടെങ്കിൽ പോലും അതായത് ഇപ്പം നമുക്ക് വീട്ടിലിരുന്ന് ബിസിനസ് ചെയ്യാം, ഹോട്ടൽ തുടങ്ങാം, അങ്ങനെ ഒരുപാട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും കുക്കിംഗ് എന്ന മേഖലയിൽ. എന്നിട്ടും എന്തുകൊണ്ടാണ് യൂട്യൂബ് എന്ന് പറയുന്ന ഒരു മേഖല ചൂസ് ചെയ്യാനുള്ള കാരണം? എങ്ങനെയാണ് യൂട്യൂബിലേക്ക് എത്തിയതെന്ന് വെച്ചാൽ അതും യാദൃശ്ചികമായിട്ട് എത്തിയതാണ്. ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തൊരു കാര്യമാണ്. ഞാൻ ഒരിക്കലും ഒരു യൂട്യൂബർ ആവുമെന്ന് വിചാരിച്ചിട്ടേ ഇല്ല. ഒരുപാട് നമ്മളെ വലിയ വലിയ യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരുന്ന ആളാണ് ഞാൻ. നമ്മളെ മിയ ചേച്ചി, അതുപോലെ തന്നെ വീണ ചേച്ചി, സലു കിച്ചൻ സമീറത്ത, ഗരം മസാല ഫൗസിത്ത, അവരൊക്കെ വീഡിയോസ് കണ്ടുകൊണ്ടിരുന്ന ഒരാളായിരുന്നു ഞാൻ. പിന്നെ നമ്മളും ഇതുപോലെയൊക്കെ ഫുഡൊക്കെ ഉണ്ടാക്കി തുടങ്ങി. പിന്നെ യൂട്യൂബിൽ നിന്ന് ഇങ്ങനെ ഒരു ഏണിങ്സ് കിട്ടുന്നുണ്ട്. അപ്പോൾ വീട്ടിലിരുന്നിട്ട് തന്നെ
നമുക്ക് കുറച്ചൊരു വരുമാനം ഉണ്ടാവും എന്ന് പറയുമ്പോൾ അതൊരു സന്തോഷമുള്ള കാര്യമല്ലേ. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു മേഖലയിലേക്ക് എത്തിയിട്ടുള്ളത്. സിബിന, എനിക്ക് ഈ ക്വസ്റ്റ്യൻ ചോദിക്കാതിരിക്കാൻ വയ്യ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ന്യൂ ജനറേഷൻ ഫാസ്റ്റ് ലൈഫിൽ നമ്മുടെ കുട്ടികളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഗെയിം കളിക്കുന്നു, മൊബൈൽ കുത്തിക്കൊണ്ട് നടക്കുന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുക. പണ്ടൊക്കെ നമ്മൾ മുറ്റത്തിറങ്ങി കളിക്കുന്ന പോലൊന്നും ഇപ്പം ആരും കളിക്കുന്നില്ല. എന്നിട്ടും അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് സിബിനയുടെ മോളിലുള്ള ഒരു കഴിവ് കണ്ടെത്തി എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ സിബിനയെ പോലെ തന്നെ സിബിനയുടെ മോൾക്കും കുക്കിങ്ങിൽ ഒരു വലിയ താല്പര്യമുള്ളതുപോലാണ് തോന്നുന്നത്. അപ്പോൾ മോളുടെ പാചകത്തെക്കുറിച്ചും മോളിൽ അങ്ങനെ ഒരു ടാലന്റ് ഉണ്ടെന്നും സിബിനയ്ക്ക് എങ്ങനെയാണ് മനസ്സിലായത്? അതിനെക്കുറിച്ചിട്ടൊന്ന് പറയാമോ? മോളെ പാചകത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മോൾക്ക് ഇങ്ങനെ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് മനസ്സിലായത് എങ്ങനെയാന്ന് വെച്ചാൽ ജഹാൻസ് കിച്ചൺ ഉണ്ടല്ലോ, ജുമാന ഖാദിരി, നമ്മളെ സെലിബ്രിറ്റി കുക്കാണ്. അപ്പോൾ ആളെ മകള് ജഹാൻ നന്നായിട്ട് വീഡിയോസ് ചെയ്യുന്നുണ്ടായിരുന്നു ജഹാൻസ് കിച്ചൺ എന്നുള്ളതിൽ, ഫ്ലവേഴ്സ് ചാനലിൽ. അപ്പോൾ അത് മോൾക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുമായിരുന്നു. 3 വയസ്സൊക്കെ ഉള്ള സമയത്തൊക്കെ നമ്മൾ കുറച്ച് സമയം TV കാണാനായിട്ട് കൊടുക്കുമല്ലോ. അപ്പോൾ ആ സമയത്ത് ജഹാൻസ് കിച്ചൺ ആയിരുന്നു മെയിനായിട്ട് കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ അത് കാണുന്ന സമയത്ത് പിന്നെ മോള് ചെറിയ കുട്ടിയാണ്. അപ്പോൾ അവൾക്ക് ആ ഒരു ഇൻട്രസ്റ്റിന് ജസ്റ്റ് ഇങ്ങനെ ജഹാൻ പറയുന്ന പോലെയൊക്കെ പറഞ്ഞു നോക്കും. സംസാരമൊന്നും ക്ലിയർ അല്ലായിരുന്നു. അപ്പോൾ ആ സമയത്ത് ജസ്റ്റ് നമ്മൾ ടോയ്സിൽ കിച്ചൺ സെറ്റ് കിട്ടുമല്ലോ, അപ്പോൾ അങ്ങനെ ഒരു കിച്ചൺ സെറ്റ് വാങ്ങിച്ചു കൊടുത്തു. അപ്പോൾ അതിൽ ജഹാൻ പറയുന്ന പോലെയൊക്കെ കുറേയൊക്കെ അനുകരിക്കുക, ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഹസ്ബൻഡ് നമ്മൾ സാധാരണ നമ്മൾ മക്കൾ ചെയ്യുമ്പോൾ മൊബൈലിൽ വീഡിയോ എടുക്കുമല്ലോ, അതുപോലെ എടുത്തു. ജസ്റ്റ് ഞങ്ങൾക്ക് കാണാൻ വേണ്ടി മാത്രം. പിന്നെ ഞാനിങ്ങനെ ഒരു യൂട്യൂബിലേക്ക് വന്ന സമയത്ത് ഫതുവിൻ്റെ മോളെ വീഡിയോസ് കൂടെ ജസ്റ്റ് അപ്ലോഡ് ചെയ്യാനായിട്ട് തുടങ്ങി. പക്ഷേ ഇപ്പോൾ അവൾ വീഡിയോസ് ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. ഇപ്പോൾ സ്കൂളിൽ പിന്നെ ചേർത്തി LKG കഴിഞ്ഞ് ഇപ്പോൾ UKG ആയിട്ടുണ്ട്. എന്നാലും ജഹാൻ്റെ വലിയ ഫാനാണ്. ജഹാൻസ് കിച്ചൺ ഇപ്പോഴും മുടങ്ങാതെ കാണുന്നുണ്ട്. ആ ഒരു രീതിയിൽ അങ്ങനെ മുന്നോട്ട് പോകുന്നു. അങ്ങനെയാണ് മോള് ഒരു ഇൻട്രസ്റ്റ് മനസ്സിലായിട്ടുള്ളത്. ഇപ്പോൾ സിബിന, ഞങ്ങളിപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയതുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഇനിഷ്യൽ റെസ്പോൺസ് നമ്മൾ കണ്ടിന്യൂസ്ലി അതിൻ്റെ പുറയിലായിരിക്കും. എങ്ങനെയാണ് നമ്മൾ ഇപ്പോൾ ആൾക്കാർ കാണുന്നുണ്ടോ അങ്ങനെ കുറിച്ച് നമ്മൾ ഒരുപാടില്ലായിരിക്കും. ഇപ്പം എനിക്ക് സിബിനോട് ചോദിക്കാനുള്ളത്, സിബിന വീഡിയോ ഒക്കെ ചെയ്തു തുടങ്ങിയ സമയത്ത് എങ്ങനെയായിരുന്നു ആ ഒരു ഇനിഷ്യൽ റെസ്പോൺസ്, എങ്ങനെയായിരുന്നു ഓഡിയൻസിൻ്റെ? അതിനെക്കുറിച്ചിട്ടൊന്ന് പറയാമോ? യൂട്യൂബിലെ ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ വീഡിയോസ് ഇടുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് എൻ്റെ ഫ്രണ്ട്സിനും ഫാമിലിയിലുള്ള ആളുകൾക്കൊക്കെ വേണ്ടി ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കും. അപ്പോൾ അവർ മാത്രമായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ, വ്യൂവേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കമൻസും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങിയത് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 1-2 മാസം എടുത്തിട്ടുണ്ട്. അതിനുശേഷമാണ് 2 മാസം ആയപ്പോഴാണ് എനിക്ക് 10,000 വ്യൂ കിട്ടിയത്. പിന്നെ അതിനുശേഷം ഒരു പൊരിച്ച പത്തിരി എന്ന് പറഞ്ഞ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് എങ്ങനെയോ കുറച്ചൊരു വ്യൂ കിട്ടി. അങ്ങനെ മേലേക്ക് കയറി വന്ന് അങ്ങനെയാണ് കമൻസ് ഒക്കെ വരാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ തുടക്കകാലത്ത് പറ്റ അബദ്ധത്തിലായിരുന്നു ഞാൻ വീഡിയോസൊക്കെ ചെയ്തിരുന്നത്. കാരണം വീഡിയോ ഒട്ടും ക്ലാരിറ്റി ഇല്ല, മൊബൈൽ കയ്യിൽ പിടിച്ചിട്ടായിരുന്നു വീഡിയോസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള ഭയങ്കര പോരായ്മകൾ ഉണ്ടായിരുന്നു. ഹസ്ബൻഡായിരുന്നു കേട്ടോ മൊബൈൽ പിടിച്ചിട്ട് വീഡിയോ എടുത്തുകൊണ്ടിരുന്നത്, ഞാൻ ഒറ്റയ്ക്കല്ല. അപ്പോൾ അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട്. പിന്നെ എൻ്റെ സൗണ്ടും, പിന്നെ ഞാൻ ലൈവായിട്ടായിരുന്നു സൗണ്ട് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള പല പ്രശ്നങ്ങളുണ്ട്. ആദ്യത്തെ വീഡിയോസൊക്കെ ഭയങ്കര അബദ്ധം തന്നെയായിരുന്നു. ഇനി എനിക്ക് ചോദിക്കാനുള്ള സിബിന, നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ ഏത് കാര്യം ചെയ്യുമ്പോഴും അതിനൊരു നെഗറ്റീവ് സൈഡും ഒരു പോസിറ്റീവ് സൈഡും ഉണ്ടാവും. അതായത് ചിലർ നമ്മളെ സപ്പോർട്ട് ചെയ്യും, ചിലർ നമ്മളെ കൊള്ളത്തില്ല എന്ന് പറയും. അപ്പോൾ അതുപോലെ തന്നെ യൂട്യൂബിൽ നെഗറ്റീവ് കമൻറ്റും പോസിറ്റീവ് കമൻറ്റും ഉണ്ട്. സിബിനയ്ക്ക് നെഗറ്റീവ് കമൻസ് ഒക്കെ ഒരുപാട് വന്നിട്ടുണ്ടെങ്കിൽ അതിനോടൊക്കെ എങ്ങനെയാണ് റിയാക്ട് ചെയ്തിട്ടുള്ളത്? അതിനെക്കുറിച്ചിട്ടൊന്ന് പറയാമോ? ഈ ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓഡിയൻസിന് എല്ലാവർക്കും അതറിയാൻ വേണ്ടി ഒരുപാട് താല്പര്യം കാണും കേട്ടോ. അതുകൊണ്ട് അതിനെക്കുറിച്ചിട്ടൊന്ന് പറയാമോ? നെഗറ്റീവ് കമൻസ് വരാറുണ്ടോ എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും നെഗറ്റീവ് കമൻസ് എന്തായാലും ഉണ്ടാവുമല്ലോ. ആദ്യ സമയത്തൊക്കെ ഒരുപാട് അങ്ങനെ നെഗറ്റീവ് കമൻസ് നമ്മളെ ഭയങ്കരമായിട്ട് ഹരാസ് ചെയ്യുന്ന രീതിയിലുള്ള കമൻസ് ഒന്നും ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല. റെയറായിട്ടൊരു 1-2 കമൻസേ ഉള്ളൂ. ബാക്കി ഇപ്പം ഇങ്ങനെ കാണുന്ന സമയത്ത് അത് ആളുകളെ ഇഷ്ടമാണല്ലോ. ജസ്റ്റ് ചിലവർക്ക് അത് തന്നെ ഒരു ഹോബി ആയിരിക്കും, വെറുതെ എന്തെങ്കിലുമൊക്കെ എഴുതിയിട്ട് പോവുക. അപ്പോൾ അങ്ങനെ കാണാറുണ്ട്. ഭയങ്കരമായിട്ട് നമുക്ക് ഹേർട്ട് ചെയ്യുന്ന രീതിയിലുള്ളതാണെങ്കിൽ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയും. അല്ലാന്നുണ്ടെങ്കിൽ അവിടെ തന്നെ വെക്കും. ബാക്കിയുള്ളവർ കാണുമ്പം നമ്മളെക്കുറിച്ച് ഞാൻ എന്താണെന്നുള്ളത് ഇപ്പം എൻ്റെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് പിന്നെ അതൊന്നും അങ്ങനെ മൈൻഡ് ചെയ്യില്ല. ഫസ്റ്റൊക്കെ നെഗറ്റീവ് കമൻസ് വരുന്ന സമയത്ത് ചിലപ്പോൾ ആ ദിവസം തന്നെ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ച് അങ്ങനത്തെ ഒക്കെ ഇതായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനത്തെ ഒരു പ്രശ്നമേ ഇല്ല. അത് നമ്മൾ വീഡിയോ ഇടുക എന്നുള്ളത് നമ്മളെ ഒരു നമ്മൾ ചെയ്യുന്ന കാര്യം. അത് കണ്ടിട്ട് നല്ലതാണെങ്കിലും മോശമാണെങ്കിലും അറിയിക്കുക എന്നുള്ളത് പിന്നെ മോശമുള്ള കാര്യം എന്ന് വെച്ചാൽ എൻ്റെ വീഡിയോയിൽ ഇപ്പോൾ പോരായ്മയോ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നതിൽ പ്രശ്നമൊക്കെ പറയുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അംഗീകരിച്ചിട്ട് അതിൽ നല്ല രീതിയിൽ തന്നെ അവർക്ക് റിപ്ലൈ കൊടുക്കുകയും ചെയ്യും. ഞാൻ അതിൽ മാറ്റങ്ങൾ വരുത്താൻ നോക്കുകയും ചെയ്യും. പിന്നെ നമ്മൾ ഹരാസ് ചെയ്യുന്ന രീതിയിൽ ചെയ്യുമ്പോഴാണ് മൈൻഡ് ആക്കാതിരിക്കലുള്ളൂ.
സിബിന, ഇനിയിപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂട്യൂബ് ഒരു ചാനൽ തുടങ്ങുമ്പോൾ അറിയുന്ന ആൾക്കാരെല്ലാം ചോദിക്കും, നിങ്ങൾ എന്തിനാണ് ഇത് ചെയ്യുന്നത്, വെറുതെ ആണോ ചെയ്യുന്നത്, അതോ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുമോ, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ എല്ലാവർക്കും ഉണ്ടാകും. അതുപോലെ തന്നെ ഈ ഫീൽഡിൽ വരാൻ നിൽക്കുന്ന എല്ലാവർക്കും ആഗ്രഹം കാണിക്കും, ഞങ്ങൾ വന്നാൽ എന്തെങ്കിലും കിട്ടുമോ, അല്ലെങ്കിൽ ഈ ആക്കുന്ന എപ്പോഴായിരിക്കും കിട്ടിയത് എന്നൊക്കെ, ഏണിങ്സ് ഒക്കെ എപ്പോഴാണ് വന്ന് തുടങ്ങിയതെന്നൊക്കെ അറിയാൻ ആഗ്രഹം കാണും. അതുകൊണ്ട് സിബിനോട് ചോദിക്കാനുള്ളത്, സിബിനയ്ക്ക് ഏണിങ്സ് ഒക്കെ കിട്ടിത്തുടങ്ങിയത് ഏകദേശം എത്ര നാളുകൾക്ക് ശേഷമാണ്? അതിനെക്കുറിച്ചിട്ടൊന്ന് പറയാമോ? യൂട്യൂബിൽ നിന്ന് ഇൻകം കിട്ടാൻ തുടങ്ങിയത് എപ്പോഴാന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ തുടങ്ങിയ സമയത്ത് നമുക്ക് 10,000 വ്യൂ മൊത്തത്തിൽ കിട്ടുമ്പോഴാണ് നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ആക്കാനുള്ള കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു 2 മാസം എടുത്തു. അപ്പോൾ ആ 2 മാസം കഴിഞ്ഞപ്പോൾ മുതലേ കുറച്ച് പൈസ നമ്മളെ അക്കൗണ്ടിലേക്ക് കയറാനായിട്ട് തുടങ്ങി. പക്ഷെ അത് നമ്മളെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആയി കിട്ടാനായിട്ട് എനിക്കൊരു 2-3 മാസം പിന്നെ എക്സ്ട്രാ എടുത്തു. അത് ഞങ്ങൾ അഡ്രസ്സ് കൊടുത്തതിൽ കുറച്ചൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അഡ്രസ്സ് വെരിഫിക്കേഷനിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ 2-3 മാസം കഴിഞ്ഞപ്പോൾ നമുക്ക് അതുവരെ വന്നിട്ടുണ്ടായിരുന്ന ഒരു എമൗണ്ട് കറക്റ്റായിട്ട് തന്നെ കയ്യിലേക്ക് കിട്ടി. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സിബിന, ഒരുപാട് ആൾക്കാർക്ക് ശരിക്കും ഒരുപാട് കഴിവുകളുണ്ട്, ഒരുപാട് ഐഡിയ ഉണ്ട്, ഒക്കെയുണ്ട്. പക്ഷേ അവർക്ക് ശരിക്കും എങ്ങനെയാണ് നമ്മളിതൊന്ന് തുടങ്ങുക, നമ്മൾ ഏത് ക്യാമറയിൽ ചൂസ് ചെയ്യണം, ക്യാമറ സെലക്ട് ചെയ്യണം, സോഫ്റ്റ്വെയർ നമുക്ക് അറിയത്തില്ലല്ലോ, നമ്മൾ എന്ത് ചെയ്യും, അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടാകും. അപ്പോൾ അവരൊക്കെ ഫോളോ ചെയ്യുന്ന ഒരുപാട് യൂട്യൂബ് ക്രിയേറ്റേഴ്സും ഉണ്ടാകാം. ഇപ്പോൾ സിബിനയുടെ ഓഡിയൻസിന് വേണ്ടിയിട്ട് സിബിന യൂസ് ചെയ്യുന്ന ക്യാമറ, എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ, അതിനെക്കുറിച്ചിട്ടൊക്കെ ഒന്ന് പറയാമോ? ഈ ഉത്തരം തരുമ്പോഴത്തേക്കും ഒരുപാട് ആൾക്കാർക്ക് എന്താ പറയുക, അവർക്കൊന്ന് മനസ്സിലാക്കാൻ പറ്റുമല്ലോ, ഇപ്പം നമുക്കും ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതിന്. അതുകൊണ്ട് അതിനെക്കുറിച്ചിട്ടൊന്ന് പറയാമോ? വീഡിയോസ് എടുക്കുന്ന ക്യാമറ ഏതാന്ന് വെച്ചാൽ, ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെയും വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുന്നത്, അപ്ലോഡ് ചെയ്യുന്നതും എഡിറ്റ് ചെയ്യുന്നതും എല്ലാം ഒരു മൊബൈലിലാണ്. സാംസങ് നോട്ട് 4 ആണ്. ഒരു പഴയ ഫോണാണ്, എന്നാലും അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉണ്ട് അതിൽ. അതുകൊണ്ട് തന്നെ അതിൽ തന്നെ കണ്ടിന്യൂ ചെയ്തിട്ട് പോവുകയാണ്. പിന്നെ ഫോട്ടോസ് എടുക്കുന്നത് ഒരു ക്യാമറയിലാണ്. ആദ്യം ഒരു ചെറിയ ക്യാമറ ആയിരുന്നു, അത്രയ്ക്ക് ക്ലാരിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമുക്ക് യൂട്യൂബിൽ നിന്ന് അത്യാവശ്യം ഏണിങ്സ് ഒക്കെ കിട്ടി തുടങ്ങിയ സമയത്ത് ഹസ്ബൻഡ് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. ആദ്യമേ ഒരു ക്രേസ് ആയിരുന്നു ക്യാമറ വാങ്ങിക്കുക എന്നുള്ളത്. അപ്പോൾ Canon 80D പറഞ്ഞൊരു ക്യാമറ വാങ്ങിച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ വീഡിയോസ് കാര്യമായിട്ടൊന്നും എടുക്കലില്ല, പക്ഷെ ഫോട്ടോസൊക്കെ മെയിനായിട്ട് അതിൽ തന്നെയാണ് കേട്ടോ എടുക്കുന്നത്. എൻ്റെ സൗണ്ടിന് ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ ചെയ്തു. പിന്നെ ഇവിടെ ഭയങ്കര തണുപ്പും കാര്യമൊക്കെ ആയിട്ട് കോൾഡൊക്കെ ആയിരുന്നു, അപ്പോൾ അതുകൊണ്ട് തന്നെ സൗണ്ടിന് ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ. ഇപ്പോൾ സിബിന, ഇപ്പം നമ്മൾ യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോസ് ഇടുന്നു. നമ്മൾ ഓരോ ദിവസവും വീഡിയോയുടെ ഗ്രോത്തും അതിൻ്റെ പ്രോഗ്രസ്സും ഒക്കെ ഇങ്ങനെ നോക്കിയായിരിക്കുന്നത്. ഇപ്പോൾ സിബിന ഒരു വർഷമായി വീഡിയോസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൽ സിബിനയുടെ ആദ്യം പോപ്പുലർ ആയിട്ടുള്ള ഒരു വീഡിയോ, അല്ലെങ്കിൽ ഏറ്റവും പോപ്പുലർ ആയ വീഡിയോ ഏതാണെന്നൊന്ന് പറയാമോ? ആദ്യം പോപ്പുലർ ആയ വീഡിയോ എന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു പൊരിച്ച പത്തിരിയുടെ വീഡിയോ ആയിരുന്നു. അതാണ് ഇട്ട സമയത്ത് തന്നെ ക്ലിക്ക് ആയിട്ടില്ല. ഒരു കുറച്ച് സമയമൊക്കെ കഴിഞ്ഞ്, ഒരു 3-4 ദിവസമൊക്കെ കഴിഞ്ഞിട്ടാ തോന്നുന്നു ഒരു 1K വ്യൂ കിട്ടി. അപ്പോൾ അന്നൊക്കെ എന്ന് വെച്ചാൽ ഒരു 1K 1000 വ്യൂ കാണുക എന്ന് വെച്ചാൽ ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ അതാണ് ആദ്യത്തെ ഹിറ്റായിട്ടുള്ള റെസിപ്പി. പക്ഷേ ഇപ്പം അത് കുറേ താഴെയാണ് കിടക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഓവനും ബീറ്ററും ഒന്നുമില്ലാതെ സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് സിമ്പിളായിട്ടൊരു കേക്ക് ഉണ്ടാക്കുക എന്നുള്ളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതും ഈ പറഞ്ഞതുപോലെ തന്നെ നന്നായിട്ട് ഹിറ്റായിട്ടുണ്ട്. ഇപ്പോൾ സിബിന കുക്കിംഗ് എന്ന ഒരു മേഖലയാണ് സിബിന യൂട്യൂബിൽ വീഡിയോസ് ചെയ്യാൻ വേണ്ടി ചൂസ് ചെയ്തത്. ഇപ്പോൾ കുക്കിംഗ് എന്ന് പറയുമ്പോൾ ഒരുപാട് കാറ്റഗറി ഉണ്ടല്ലേ. നമുക്ക് നോൺ വെജ് ഐറ്റം ഉണ്ടാക്കാം, വെജിറ്റേറിയൻ ഐറ്റം ഉണ്ടാക്കാം, ഡെസേർട്ട്സ് ഉണ്ടാക്കാം, ജ്യൂസ് ഐറ്റംസ് ഉണ്ടാക്കാം, അങ്ങനെ ഒരുപാട്. ഇപ്പോൾ എനിക്ക് സിബിനോട് പേഴ്സണലി ചോദിക്കാനുള്ളത്, സിബിനയ്ക്ക് ഏത് തരം ഫുഡ് ഉണ്ടാക്കാനാണ് ഏറ്റവും അധികം ഇഷ്ടം? ഏത് ടൈപ്പ് ഫുഡ് ഉണ്ടാക്കാൻ ഇഷ്ടം കൂടുതൽ ചോദിച്ചാലും എല്ലാം ഉണ്ടാക്കാൻ ഇഷ്ടമാണ്. എന്നാലും കുറച്ചുകൂടെ ഇഷ്ടമാണ് നോൺ വെജ് റെസിപ്പീസ് കൂടുതൽ അതിൽ പരീക്ഷണം നടത്തിയിട്ട് ചെയ്തു നോക്കാൻ എനിക്ക് കുറച്ച് നല്ല ഇഷ്ടമാണ്. പിന്നെ അതുപോലെ തന്നെ കേക്ക് ഉണ്ടാക്കാനും നല്ല ഇൻട്രസ്റ്റ് ആണ്. കേക്ക് ഉണ്ടാക്കൽ കുറച്ചൊരു മെനക്കെട്ട പരിപാടിയാണ്, എന്നാൽ പോലും മൊത്തത്തിൽ അത് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുള്ള ആ ഒരു ലുക്കും പിന്നെ ആ ഒരു ഫോട്ടോസും ഒക്കെ വരുന്ന സമയത്ത് ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ അതും നല്ല ഇഷ്ടമാണ്. പിന്നെ അതുപോലെ തന്നെ ജ്യൂസുകൾ, നമ്മൾ വെൽക്കം ഡ്രിങ്ക് ഉണ്ടല്ലോ സ്പെഷ്യൽ, അതിൽ നല്ല ഇൻട്രസ്റ്റ് ആണ് എനിക്ക്. ശരിക്കും അതിൽ വെറൈറ്റീസ് കണ്ടുപിടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ സിബിന കുറേയേറെ ക്വസ്റ്റ്യൻസിനൊക്കെ സിബിന ഇപ്പോൾ ആൻസർ ചെയ്തു. ഇപ്പോൾ എനിക്കിനി ചോദിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ തുടക്കക്കാരാണ്. സിബിന് ഞങ്ങളെക്കാളൊക്കെ ഒരുപാട് സീനിയറായിട്ട് ഈ ഫീൽഡിൽ വന്ന ഒരാളാണ്. അപ്പോൾ ഞങ്ങൾ സിബിനയോട് ഇങ്ങനൊരു വീഡിയോ ചെയ്യാം നമുക്ക് എന്നും പറഞ്ഞ് മെസ്സേജ് അയച്ചപ്പോൾ സിബിനയ്ക്ക് എന്താണ് തോന്നിയത്? ഉള്ളതുള്ളതുപോലെ പറയട്ടോ.
ചെയ്തൂടെ ഈ ഒരു മെസ്സേജ് കണ്ടപ്പോൾ എന്താ മനസ്സിൽ തോന്നിയെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഹാപ്പി. എന്താന്ന് വെച്ചാൽ ഞാനൊക്കെ ചിലപ്പോൾ വന്നിട്ടേ ഉള്ളൂ യൂട്യൂബിൽ, അപ്പോൾ വളർന്നു വരുന്നതേ ഉള്ളൂ. അങ്ങനത്തെ ഒരു ചെറിയ യൂട്യൂബറിൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കുക, അല്ലെങ്കിൽ എൻ്റെ വിശേഷം നിങ്ങളെ ചാനലിലൂടെ പങ്കുവെക്കാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായി. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഹാപ്പി തന്നെയായിരുന്നു. അപ്പോൾ സിബിന, നമ്മുടെ ഫാമിലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും നമുക്കെല്ലാം പ്രാധാന്യമാണ്. അപ്പോൾ സിബിനയ്ക്ക് ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ സിബിനയുടെ ഫാമിലിയുടെ ഒരു സപ്പോർട്ട് ഇല്ലെന്നുണ്ടെങ്കിൽ ഒന്നും ആവത്തില്ല. അപ്പോൾ സിബിനയുടെ ഫാമിലിയുടെ സപ്പോർട്ടിനെ കുറിച്ചിട്ട് ഒന്ന് പറയാം. എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രശ്നമില്ല, കാരണം എൻ്റെ ഹസ്ബൻഡ് ഫുൾ സപ്പോർട്ടായിട്ട് എൻ്റെ കൂടെ തന്നെയാണ് ഉള്ളത്. കാരണം എഡിറ്റിങ്ങും അപ്ലോഡിങ്ങും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ആളാണ് എനിക്ക് ഹെൽപ്പ് ചെയ്തിരുന്നത്. ഇപ്പം അത്യാവശ്യമൊക്കെ പഠിച്ചു, എന്നാലും ആൾക്ക് അതിനൊരു ഇൻട്രസ്റ്റ് ഉണ്ട്. പിന്നെ ഹസ്ബൻഡ് ഷിഫ്റ്റ് ഡ്യൂട്ടി ഒക്കെ ആയതുകൊണ്ട് തന്നെ സമയമുണ്ട്, അപ്പോൾ അതുകൊണ്ട് ആൾ എന്നെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ ഇപ്പം ഞങ്ങൾ ഒറ്റയ്ക്കാണ് ഇവിടെ അബുദാബിയിൽ നിൽക്കുന്നത്, അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. റെസിപ്പീസ് എടുക്കുക, പിന്നെ എഡിറ്റിങ് അപ്ലോഡിങ് ഒക്കെ സമയം വേണം. നല്ല ബുദ്ധിമുട്ടുണ്ടോയെന്ന് വെച്ചാൽ ഉണ്ട്, കാരണം നമ്മൾ ഏത് ജോലി ചെയ്യുകയാണെങ്കിലും അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടല്ലോ, ഒന്നും ഈസി ആയിട്ട് നടക്കില്ലല്ലോ. അപ്പോൾ ആ ഒരു മൈൻഡിലാണ് പോകുന്നത്. കുറച്ചൊക്കെ ടെൻഷനും സ്ട്രെസ്സും ഒക്കെ ഉണ്ട്, പുതിയ പുതിയ റെസിപ്പീസ് കണ്ടുപിടിക്കുമ്പോഴും ഇടുമ്പോഴും ഒക്കെ. എന്നാലും വലിയ പ്രശ്നമൊന്നുമില്ല, സുഖമായിട്ട് തന്നെയാണ് പോകുന്നത്. അപ്പോൾ എന്താ പറയുക, ഇത്രയും തിരക്കേറിയ സമയത്ത്, അതായത് ആഴ്ച 2ഉം 3ഉം വീഡിയോ ഒക്കെ ഇടുന്ന ആളാണ് സിബിന. അതുപോലെ മോളുടെ കാര്യവും ഹസ്ബൻഡിൻ്റെ കാര്യവും ഒക്കെ നോക്കുന്ന ഇത്രയും തിരക്കിട്ട നിമിഷത്തിൽ കുറച്ച് സമയം ഞങ്ങൾക്കായി മാറ്റി വെച്ചതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. പിന്നെ എന്താ പറയുക, എത്രയായാലും സിബിന നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഫാമിലിയുടെ അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ ഒക്കെ ഒരു സപ്പോർട്ട് ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം സിബിനെ ഇത്രയും നന്നായി വളരാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന സിബിനയുടെ ഹസ്ബൻഡിന് ഒരുപാട് നന്ദി. പിന്നെന്താ, മോൾക്കും ഞങ്ങളുടെ പ്രത്യേക അന്വേഷണം, മോളുടെ കുക്കിംഗ് ഒക്കെ നല്ല പോലെ വളരട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ സിബിനയുടെ ചാനലും ഒക്കെ ഇനി ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ചെയ്തു ഇപ്പോൾ ചാനൽ തുടങ്ങിയിട്ട് കുറച്ചല്ലേ ആയിട്ടുള്ളൂ, അപ്പോൾ ഇനി ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് കിട്ടട്ടെ, ഒരുപാട് വ്യൂവേഴ്സ് കിട്ടട്ടെ, നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് പറ്റട്ടെ. പിന്നെ ചെയ്തുവിന് എല്ലാ ഹെൽപ്പും ചെയ്തു തരുന്ന ആൾ ഹസ്ബൻഡ് രാഹുലാണ് അല്ലേ. അപ്പോൾ രാഹുലിനും ഒരു ബിഗ് സാല്യൂട്ട്. കാരണം എനിക്കറിയാം ഹസ്ബൻഡ് നമ്മളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്രത്തോളം ഇതിൽ ഇൻവോൾവ് ആകാൻ പറ്റും എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം ഞാൻ ഡെയിലി അത് അനുഭവിച്ച ആ ഒരു രീതിയിൽ വരുന്ന ആളാണ്. അപ്പോൾ ചൈതുവിനും രാഹുലിനും അതുപോലെ തന്നെ കുഞ്ഞു വാവയ്ക്കും എല്ലാവിധ ആശംസകളും. ചൈതുവിൻ്റെ ചാനലും അതുപോലെ തന്നെ കുടുംബജീവിതവും എല്ലാം നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകട്ടെ കേട്ടോ. അപ്പോൾ ചൈതുവിൻ്റെ ചാനൽ നിങ്ങൾ എന്നെ ഫത്വാസ് കിച്ചൺ എന്നെ നിങ്ങൾ ഒരുപാട് ആളുകൾ ഇനിയും അറിയാത്ത, ചൈതുവിൻ്റെ വീഡിയോസ് കാണുന്നവരിൽ കുറേ ആളുകൾക്ക് എന്നെ അറിയുന്നുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമ്മൾ ചാനലും ജസ്റ്റ് ഒന്ന് നോക്കുക. പിന്നെ എൻ്റെ വ്യൂവേഴ്സ് ആയിട്ടുള്ള ആളുകളിൽ ചൈതുവിനെ അറിയാത്തവരും ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ചൈതൂസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ചാനൽ നിങ്ങൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ ചെയ്തു ഇനിയും കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കല്ലേ. എന്നാൽ മാത്രമേ ഞങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടൻ തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. അപ്പോൾ എന്താ പറയുക, അടുത്ത പുതുപുത്തൻ വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.